ഹായ് ഓൾ എല്ലാവർക്കും ASB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് എന്തെല്ലാം നോക്കി അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു, നമുക്ക് ചുറ്റുപാടും എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മൊത്തമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഓരോന്നായിട്ട് നോക്കി മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന്, എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ആര് എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ആര് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്? എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി, എയർ മാർഷൽ അമർപ്രീത് സിംഗ്, എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്, എയർ മാർഷൽ SP ധർക്കർ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരിക? അപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ആര് എന്നുള്ളതാണ്. ഉപമേധാവിയായി ചുമതലയേൽക്കുക എന്ന് പറഞ്ഞാൽ 51ാമത്തെ ഉപമേധാവിയാണ് ആരെയാണ്? എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ആണ് ഉത്തരമായിട്ട് വരുന്നത്. എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് 51ാമത്തെ ഉപമേധാവിയായി ചുമതലയേറ്റ ആളാണ് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് തൊട്ട് മുൻപ് 2026 ജൂൺ 1 അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സ്ഥാനം ചുമതലയേറ്റത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായിട്ട് 2026 ജൂലൈ 1 അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? സ്ഥാനം ഏറ്റിരിക്കുന്നത് അല്ലെങ്കിൽ അധികാരം ഏറ്റിരിക്കുന്നത്. ഓക്കെ, 51ാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? അശുതോഷ് ദീക്ഷിത് എന്ന് പറയുന്നത്. 50ാമത്തെ, അതായത് അശുതോഷ് ദീക്ഷിതിന് മുൻപ് ആരായിരുന്നു ഉപമേധാവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് പറയുക? എയർ മാർഷൽ നാഗേഷ് കപൂർ ആണ്. എയർ മാർഷൽ നാഗേഷ് കപൂർ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ജൂൺ 30 വിരമിച്ചു. ഇപ്പൊ ജൂലൈ 1 ആരാണ് അധികാരം ഏറ്റത്? എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ആണ്. അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ആളാണ് എയർ മാർഷൽ നാഗേഷ് കപൂർ. അതായത് 50ാമത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവി ആയിരുന്നു ആരെന്ന് പറയുന്നത്? എയർ മാർഷൽ നാഗേഷ് കപൂർ എന്ന് പറയുന്നത് 51ാമത്തേതാണ്, അല്ലെങ്കിൽ നിലവിലെയാണ് ആരെന്ന് പറയുന്നത്? എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഉപഭോക്തൃ സുരക്ഷാ സമ്മേളനം നടന്ന രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉപഭോക്തൃ സുരക്ഷാ സമ്മേളനം നടന്ന രാജ്യം ഏത്? ഇപ്പോൾ രാജ്യത്തിന്റെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്, ഓസ്ട്രിയ, അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരാണ് വരിക എന്നുള്ളതാണ് നോക്കേണ്ടത്. ആരാണ്? ഓപ്ഷൻ ബി, സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ ഒരു കോൺഫറൻസ് നടന്നിരിക്കുന്നത്. ഏത് കോൺഫറൻസ് ആണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഉപഭോക്തൃ സുരക്ഷാ സമ്മേളനം നടന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് എന്താ നടന്നത്? ഈ ഒരു കോൺഫറൻസ് നടന്നിട്ടുള്ളത്. ഓക്കെ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് നടന്നത്. ഇനി ഈ ഒരു കോൺഫറൻസിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഉപഭോക്തൃ സെക്രട്ടറി ആയിട്ടുള്ള നിധി ഖാരെയാണ് ഈ ഒരു കോൺഫറൻസിന്, ഏകദേശം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കോൺഫറൻസിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നിധി ഖാരെയാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ പല ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മുടെ ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഉപഭോക്തൃ സുരക്ഷാ സമ്മേളനം നടന്ന രാജ്യം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് നടന്നത്. ഈ ഒരു സമ്മേളനത്തിന് അല്ലെങ്കിൽ ഈ ഒരു കോൺഫറൻസിന് എന്താണ് അധ്യക്ഷത വഹിച്ചത്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഉപഭോക്തൃ സെക്രട്ടറി ആയിട്ടുള്ള നിധി ഖാരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2026 ജൂലൈയിൽ പുറത്തുവിട്ട ICC 2020 ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ആര് എന്നുള്ളതാണ് ചോദ്യം. 2026 ജൂലൈയിൽ പുറത്തുവിട്ട ICC 2020 ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സൂര്യകുമാർ യാദവ്, ശുഭൂൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, ഇഷാൻ കിഷൻ. ആരാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ഡി, ഇഷാൻ കിഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? 2026 ജൂലൈയിൽ പുറത്തുവിട്ട ICC 2020 ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ആരാണ്? ഇഷാൻ കിഷൻ ആണ്. അപ്പൊ ഇതിന് തൊട്ട് മുൻപ് ഈ ഒരു സ്ഥാനത്തുണ്ടായിരുന്നത് ആരായിരുന്നു? അഭിഷേക് ശർമ്മയായിരുന്നു. അഭിഷേക് ശർമ്മ. അപ്പം ഈ 2026 ജൂലൈയിൽ പുറത്തുവിട്ട ICC 2020 ബാറ്റിംഗിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ഇഷാൻ കിഷൻ ആണ്. ഇഷാൻ കിഷന് തൊട്ട് മുൻപ് ഈ ഒരു സ്ഥാനം വഹിച്ചിരുന്ന ആളാരായിരുന്നു? ഒന്നാമതുണ്ടായിരുന്ന ആളാരായിരുന്നു? അഭിഷേക് ശർമ്മയാണ് അല്ലെ. അപ്പൊ ഏകദിന ക്രിക്കറ്റില് ICC റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 1ാം സ്ഥാനമാണ് അല്ലെ. ICC ഏകദിന ക്രിക്കറ്റില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 1ാം സ്ഥാനമാണ്. അതുപോലെ 2020ലും എന്താണ്? T20യിലും ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 1ാം സ്ഥാനം തന്നെയാണ്. ഏതാണ്? ICC റാങ്കിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്
2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാക്കളായത് ഏത് ടീമാണ്? അല്ലെ, ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ വെച്ചാണ് മത്സരം നടന്നത്. 2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാക്കളായത് ഏത് ടീമാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അല്ലെ, ഏത് ടീമായിരുന്നു? ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ. ഏത് ടീമായിരുന്നു? ഓപ്ഷൻ എ ഓസ്ട്രേലിയ ആയിരുന്നു ശരിയായ ഉത്തരം. അപ്പൊ 2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാക്കളായ ടീം എന്ന് പറയുന്നത് എന്താണ്? ഓസ്ട്രേലിയ ആണ്. അല്ലെ, ഓസ്ട്രേലിയയിലാണ് ലണ്ടനിലെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ വെച്ചായിരുന്നു മത്സരം. 2026 ജൂലൈ 5-നായിരുന്നു മത്സരം നടന്നത്. 2026 ജൂലൈ 5-നായിരുന്നു മത്സരം. ഇംഗ്ലണ്ടിലെ ലോർഡ്സ് അല്ലെങ്കിൽ ലണ്ടനിലെ ലോർഡ്സിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. അപ്പം ആ മത്സരത്തിൽ അല്ലെ ആതിഥേയ രാജ്യത്തോട് തന്നെ മത്സരിച്ച് ആര് വിജയിച്ചു? ഓസ്ട്രേലിയ ആണ് അവിടെ വിജയിച്ചത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം തന്നെയാണ്. അപ്പൊ ഏതാണ്? ശുഭൂൻ ഗിൽ അല്ല, അതേപോലെ യശസ്വി ജയ്സ്വാൾ അല്ല, പൃഥ്വി ഷാ അല്ല. ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. സച്ചിൻ തെണ്ടുൽക്കറുടെ ആ ഒരു റെക്കോർഡ് പൊട്ടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് ആര് മുന്നിലേക്ക് വന്നിരിക്കുന്നത്? വൈഭവ് സൂര്യവംശി. ബീഹാർ സ്വദേശിയാണ് ആരെന്ന് പറയുന്നത്? വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത്. അപ്പൊ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഏതാണ്? വൈഭവ് സൂര്യവംശി. അപ്പൊ ഈ ഒരു സ്ഥാനത്ത് മുൻപുണ്ടായിരുന്നത് സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് ആര് വന്നിരിക്കുന്നത്? വൈഭവ് സൂര്യവംശി വന്നിരിക്കുന്നത്. ബീഹാർ സ്വദേശിയാണ്. അല്ലെ, IPL എന്ത് ചെയ്തിട്ടുണ്ട്? അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. അപ്പൊ തന്റെ 13-ാം വയസ്സിൽ IPL നേടുന്ന IPL മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ആര്? വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആര് എന്നുള്ളതാണ്. വൈഭവ് സൂര്യവംശിയാണ് ഉത്തരം. ഇനി അടുത്തത് ഗഗൻയാൻ ദൗത്യങ്ങളുടെ പരീക്ഷണത്തിനായി ISRO പുതുതായി വികസിപ്പിച്ച കുഞ്ഞൻ റോക്കറ്റിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഗഗൻയാൻ ദൗത്യങ്ങളുടെ പരീക്ഷണത്തിനായി ISRO പുതുതായി വികസിപ്പിച്ച കുഞ്ഞൻ റോക്കറ്റിന്റെ പേര് എന്താണ്? അപ്പൊ ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിക്കാൻ പോകുന്ന വാഹനമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു ആളില്ലാതെ അവരൊരു 3 വിക്ഷേപണം നടത്തും. അതിനുശേഷമാണ് ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെ ബഹിരാകാശ യാത്രികരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിക്ഷേപണം നടത്താൻ പോകുന്നത്. അപ്പൊ അതിന് തൊട്ട് മുൻപ് ഈ ഗഗൻയാൻ യാത്ര ആളില്ലാതെ പോകുന്ന ഒരു വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ പേടകത്തില് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടായിരിക്കും. അതിന്റെ പേരാണ് വ്യോമമിത്ര എന്ന് പറയുന്നത്. വ്യോമമിത്ര എന്ന് പറയുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗഗൻയാൻ ദൗത്യങ്ങളുടെ പരീക്ഷണത്തിനായി ISRO പുതുതായി വികസിപ്പിച്ച കുഞ്ഞൻ റോക്കറ്റിന്റെ പേര് എന്താണ് എന്നുള്ളതാണ്. ഇവിടെ വിക്രം S കൊടുത്തിട്ടുണ്ട്, സോൾവ് കൊടുത്തിട്ടുണ്ട്, SSLV കൊടുത്തിട്ടുണ്ട്, RLV കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? സോൾവ് ആണ്. അല്ലെ, സോൾവ്. സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പെരിമെന്റ്. സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരം എന്ന് പറയുന്നത്. അല്ലെ, PSLV റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന എന്താണ് സ്ട്രാപ്പ് ഓൺ മോട്ടോറുകളിൽ മാറ്റം വരുത്തിയാണ് ഈ പറയുന്ന സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പെരിമെന്റ് എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഗഗൻയാൻ ദൗത്യങ്ങളുടെ പരീക്ഷണത്തിനായിട്ട് ISRO പുതുതായി വികസിപ്പിച്ച കുഞ്ഞൻ റോക്കറ്റിന്റെ പേരാണ് സോൾവ് എന്നുള്ളത്. സോൾവ് അല്ലെ. അപ്പം ഓസ്ട്രേലിയയിലെ കൊക്കോസ് ദ്വീപിൽ അവർ എന്ത് ചെയ്യുന്നു? ഒരു താൽക്കാലിക വിക്ഷേപണ കേന്ദ്രമൊക്കെ അവരവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഈ പറയുന്ന നമ്മൾ വിക്ഷേപിച്ച് കഴിയുമ്പോൾ അതിന്റെ ഭ്രമണപഥമൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഭ്രമണപഥം അല്ല അതിന്റെ സഞ്ചാരപാതയൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓസ്ട്രേലിയയിലെ കൊക്കോസ് ദ്വീപിൽ ISROയും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സ്പേസ് ഏജൻസിയും കൂടെ ചേർന്നിട്ട് ഒരു താൽക്കാലിക വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതേപോലെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 3 വിക്ഷേപണം എന്ന് പറയുന്നത് ആളില്ലാത്ത റോക്കറ്റുകളായിരിക്കും. അപ്പൊ ആ ആളില്ലാത്തതിൽ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടായിരിക്കും. ആ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? വ്യോമമിത്ര എന്ന് പറയുന്നത്. അല്ലെ, വ്യോമമിത്ര. അതേപോലെ പൂർണ്ണമായും മനുഷ്യർക്ക് സുരക്ഷിതമായ ഹ്യൂമൻ റേറ്റഡ് HLVM-3 ഹ്യൂമൻ റേറ്റഡ് HLVM-3 എന്ന് പറയുന്ന റോക്കറ്റാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? അവര് ഉപയോഗിക്കുന്നത്. ഇതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. എന്താണ്? വിക്ഷേപണ വാഹനം അല്ലെ, പൂർണ്ണമായും മനുഷ്യർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു വിക്ഷേപണ വാഹനമാണ് ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏതാണ്? ഹ്യൂമൻ റേറ്റഡ് HLVM-3 ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗഗൻയാനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ 2027 ഗഗൻയാന്റെ വിക്ഷേപണം എന്ന്
തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി സ്ഥാനമേറ്റ വനിത ആരാണ് എന്നുള്ളതാണ്. ഇതാണ് സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി സ്ഥാനമേറ്റ വനിത ആരാണ്? വനിത ജസ്റ്റിസ് ഹിമ കോഹ്ലി, ജസ്റ്റിസ് ഇന്ദിര ബാനർജി, ജസ്റ്റിസ് ബേല എം ത്രിവേദി, ജസ്റ്റിസ് BV നഗരത്ന. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് BV നഗരത്നയാണ്. നഗരത്നയ്ക്ക് മുൻപ് ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ 53ാമത്തെ നമ്മുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ജസ്റ്റിസ് BV നഗരത്നയ്ക്ക് മുൻപ് ഈ പറയുന്ന സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം വന്ന ആളാണ് ആരെന്ന് പറയുന്നത് ജസ്റ്റിസ് BV നഗരത്ന. അല്ലെ, സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി സ്ഥാനമേറ്റ വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ജസ്റ്റിസ് BV നഗരത്നയാണ്. ജസ്റ്റിസ് BV നഗരത്ന. അപ്പം ഇതിന് തൊട്ട് മുൻപിരുന്ന ആളാണ് നമ്മുടെ നിലവിലെ ജസ്റ്റിസ് ആയ സൂര്യകാന്ത് ആണ്. അദ്ദേഹമാണ് ജസ്റ്റിസ് BV നഗരത്നയ്ക്ക് മുൻപ് ഈ ഒരു സ്ഥാനം വഹിച്ചിരുന്നത്. ഓക്കെ, അടുത്തതാണ് BBG റാംജി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? അല്ലെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയിരുന്നു. ആ പദ്ധതിയെ എന്ത് ചെയ്തു? ഒന്ന് വിപുലീകരിച്ചിരുന്നു, അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ 100 തൊഴിൽ ദിനങ്ങളായിരുന്നു. അല്ലെ, ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങളാണെങ്കിൽ ഇപ്പൊ BBG റാംജി വന്നപ്പോൾ അതെന്തായി? 125 ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ അതിന്റെ വേതനവും ഉയർത്തിയിട്ടുണ്ട്. കൂടിയ വേതനം എന്ന് പറയുന്നത് 409 ആണ്. ഹരിയാനയാണ് ഏറ്റവും കൂടിയ വേതനം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ BBG റാംജി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ്, വിശാഖപട്ടണം, മുക്കവരിപ്പള്ളി ആന്ധ്രാപ്രദേശ്, അമരാവതി ആന്ധ്രാപ്രദേശ്. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ BBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് ഓപ്ഷൻ C ആണ്, മുക്കവരിപ്പള്ളി ആന്ധ്രാപ്രദേശ്. അവിടെയാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന BBG റാംജി പദ്ധതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് പുതിയ BBG റാംജി പദ്ധതി എന്ത് ചെയ്തിരിക്കുന്നത്? കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെ, 2026 ജൂലൈ 2 അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നത്. 2026 ജൂലൈ 2 ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നത്. അപ്പൊ എന്താണ്? തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 മാറി. അല്ലെ, കൂടി. 100 ദിനങ്ങളായിരുന്നു, 25 ദിനങ്ങളോടെ കൂടിയിട്ട് 125 ദിനങ്ങളാണ് ഒരു കുടുംബത്തിന് തൊഴിൽ ദിനങ്ങളാണ് ഒരു കുടുംബത്തിന് ഈ ഒരു പദ്ധതി നൽകുന്നത്. അതേപോലെ പിന്നെ എന്താണ്? വേതനം 409 എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തി. അല്ലെ, ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഈ പറയുന്ന തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2026 ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. 2026 ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം? 110, 125, 118, 132 എന്നിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ B 125 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അല്ലെ, അപ്പം 2026 ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 125 ആണ്. അല്ലെ, അതേപോലെ ഹെൻലി പാസ്പോർട്ട് ഉണ്ട്. അല്ലെ, ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 80 ആണ്. അല്ലെ, അപ്പം ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 80 ആണ്. അല്ലെ, അപ്പൊ നോക്കി, ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 125 ആണ്. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 80 ആണ്. അതേപോലെ പിന്നെ എന്താ പറയുന്നത്? ഗ്ലോബൽ പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഗ്ലോബൽ പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വീഡനാണ്. അല്ലെ, 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വീഡനാണ്. 2ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ആണ്. 2ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ആണ്. അതുപോലെ 3ാം സ്ഥാനത്ത് ഫിൻലാൻഡ് ആണ്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. എന്തൊക്കെയാണ്? ഇപ്പം 2026 ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 125 ആണ്. അല്ലെ, ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. അതേപോലെ ആഗോള പാസ്പോർട്ട് സൂചികയിൽ അല്ലെ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സ് 2026 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്.
ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ പ്രതിശീർഷ വരുമാന കണക്കുകൾ പ്രകാരം ഉയർന്ന മധ്യവർഗ വരുമാന പരിധിയിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതുള്ളത് ഏതാണ്? ഡൽഹി, സിക്കിം, ഗോവ, ചണ്ഡീഗഡ്. അപ്പം ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ പ്രതിശീർഷ വരുമാന കണക്കുകൾ പ്രകാരം ഉയർന്ന മധ്യവർഗ വരുമാന പരിധിയിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ ആകാം, അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡൽഹി, സിക്കിം, ഗോവ, ചണ്ഡീഗഡ് അങ്ങനെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രതിശീർഷ വരുമാന പരിധി എന്ന് പറയുമ്പോൾ ഏകദേശം $4636 ആണ് പറയുന്നത്. അപ്പം ഈ ഒരു പരിധിയിൽ വരുന്ന സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ ആയിരിക്കും ഒന്നാമതെത്തുന്നത്. അങ്ങനെ ഒന്നാമതെത്തിയത് ആരാണ്? ഡൽഹിയാണ്. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹിയാണ്. അപ്പം ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ പ്രതിശീർഷ വരുമാന പരിധി എന്ന് പറയുന്നത് $4636 ആണ്. ആ ഒരു പരിധിയിൽ വരുന്ന ഏറ്റവും ഒന്നാമതുള്ള സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്? ഡൽഹിയാണ്. ഓക്കെ, അപ്പൊ അതിന് തൊട്ട് താഴെയായിട്ട് വേറെയും സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ 5 വരുന്ന ആൾക്കാരാണ്. ഒന്നാമത് വരുന്നത് ആരാണ്? ഡൽഹിയാണ്. രണ്ടാമത് വരുന്നത് കർണാടകയാണ്. കർണാടക. ഓക്കെ, പിന്നെ വരുന്നത് തെലങ്കാന, തമിഴ്നാട്, ഗുജറാത്ത്. അതുപോലെ കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ $4636 താഴെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളം ഈ ആദ്യ 5 എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. അപ്പൊ ഏറ്റവും കുറവ് ഇന്ത്യയിൽ ഏറ്റവും പിന്നിലുള്ള ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് അതാണ് ബീഹാർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ബീഹാർ ആണ്. $984 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ പ്രതിശീർഷ വരുമാന പരിധി അല്ലെ എന്ന് പറയുന്നത് $4636 ആണ്. അതിന്റെ കണക്കുകൾ പ്രകാരം ഉയർന്ന മധ്യവർഗ വരുമാന പരിധിയിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഡൽഹിയാണ്. അതേപോലെ അതിന്റെ താഴെ വരുന്ന സംസ്ഥാനങ്ങളാണ് ഏതൊക്കെ? കർണാടക, തെലങ്കാന, തമിഴ്നാട്, ഗുജറാത്ത്. ഇനി ഏറ്റവും താഴെ അല്ലെ ഏറ്റവും പിന്നിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ബീഹാർ ആണ്. $984 മാത്രമാണ് അവിടുത്തെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡേറ്റാ സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏത് എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡേറ്റാ സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച ബാങ്ക് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഫെഡറൽ ബാങ്ക് ആണ്. ഓക്കെ, 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് അവർ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഡേറ്റാ സെന്റർ നിർമ്മിക്കുന്നത്. 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ ഒരു ഡേറ്റാ സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കാൻ പോകുന്നത്. ഏത് ബാങ്കാണ് സ്ഥാപിക്കുന്നത്? ഫെഡറൽ ബാങ്ക് ആണ് അല്ലെ. സുസ്ഥിര വികസന തത്വങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സംരംഭമാണ് എന്താന്ന് പറയുന്നത്? ഏറ്റവും വലിയ ഗ്രീൻ ഡേറ്റാ സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡേറ്റാ സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച ബാങ്ക് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. 1.5 ലക്ഷം ചതുരശ്ര അടി ആണ് അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് 2026 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ 2026 ജൂലൈയിൽ ലഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് തൊട്ടടുത്ത് തന്നെ അദ്ദേഹം സീഷെൽസിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുത്തെ പരമോന്നത ബഹുമതി പരിസ്ഥിതി പുരസ്കാരമായിട്ടുള്ള ബ്ലൂ ഹൊറൈസൺ എന്ന് പറയുന്ന ബഹുമതി കൂടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഏത് ലഭിച്ചിരിക്കുന്നത്? ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത്. ഇതിൽ ഏതാണ്? ഓർഡർ ഓഫ് തിമോർ ലെസെ, ഓർഡർ ഓഫ് ദി ഡ്യൂക്ക് ഗാൽപോ, ബിൽത്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ അതിപൂർണ, ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഖാന. ഏതാണ്? ഓപ്ഷൻ സി അല്ലെ. ഓപ്ഷൻസ് തന്നെ ഉത്തരവുണ്ട്. ഏതാണ്? ഓപ്ഷൻ സി, ബിൽത്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ അതിപൂർണ എന്നുള്ളതാണ്. 2026 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഏതാണ്? ബിൽത്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ അതിപൂർണ എന്നുള്ളതാണ്. അതേപോലെ ഇതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതിയാണ്, ഒരു പരിസ്ഥിതി പുരസ്കാരമാണ്. സീഷെൽസ് എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ.
ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ. സീഷെൽസ് എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയ പരിസ്ഥിതി പുരസ്കാരമാണ് എന്താന്ന് പറയുന്നത് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ. അതിനുശേഷം 2026 ജൂലൈയിൽ അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതിയാണ് അല്ലെങ്കിൽ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഏതെന്ന് പറയുന്നത് ബിന്താങ് റിപ്പബ്ലിക്, ഇന്തോനേഷ്യ, ആദിപൂർണ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്താണ് ഭൗമസൂചിക പദവി ലഭിച്ച ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ പഴവർഗം ഏത് എന്നുള്ളത്. അല്ലെ, ഹരിയാനയിൽ നിന്ന് ഉള്ള ആദ്യത്തെ പഴവർഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ചത് ചെന്നൈയാണ്. ഇതിന്റെ ഈ GI ടാഗ് അല്ലെങ്കിൽ GI രജിസ്ട്രിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏത് സ്ഥലമാണ്? ചെന്നൈ ആണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ചെന്നൈ ആണ് ആസ്ഥാനമായിട്ട് വരുന്നത്. അവിടുത്തെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹിസാർ പേരയ്ക്ക, സർസ കിന്നോ, പാണിപ്പത്ത് മാമ്പഴം, കർണാൽ ലിച്ചി. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? സർസ കിന്നോ എന്ന് പറയുന്ന സിട്രസ് ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ നാരങ്ങ ഇനത്തിൽപ്പെട്ട പഴവർഗ്ഗമാണ് സിർസ കിന്നോ. ഒരു സങ്കര ഇനമാണ്. അപ്പോൾ ആ നാരങ്ങ ഇനത്തിൽപ്പെട്ട ഈ സിർസ കിന്നോ എന്ന് പറയുന്ന പഴത്തിനാണ് ഹരിയാനയിൽ നിന്ന് ആദ്യമായിട്ട് ജിയോ ടാഗ് കിട്ടുന്ന പഴവർഗ്ഗം എന്ന് പറയുന്ന ആരാണ്? സിർസ കിന്നോ ആണ്. ഇതിന് തൊട്ട് മുൻപ് കിട്ടിയത് ആർക്കായിരുന്നു? ത്രിപുര സരിന്ദ എന്ന് പറയുന്ന ഒരു വാദ്യോപകരണത്തിന്, ത്രിപുര സരിന്ദ എന്ന് പറയുന്ന ഒരു വാദ്യോപകരണത്തിനായിരുന്നു ഇതിന് തൊട്ട് മുൻപ് എന്ത് കിട്ടിയത്? ഭൗമസൂചിക പദവി അല്ലെങ്കിൽ എന്ത് കിട്ടിയത്? GI ടാഗ് കിട്ടിയത് അല്ലെ. ഇനി ഈ പറയുന്ന സിർസ കിന്നോയ്ക്ക് ശേഷം അല്ലെ കിട്ടിയത് എന്തിനായിരുന്നു? ഗുജറാത്തിലെ എന്താണ് ഉഞ്ച പെരുംജീരകം, ഉഞ്ച പ്രദേശത്ത് നിന്ന് മഹ്സാൻ ജില്ലയിലെ ഉഞ്ച പ്രദേശത്ത് വിളയിച്ചെടുക്കുന്ന ഉഞ്ച ജീരകം, ഉഞ്ച പെരുംജീരകം പോലെയുള്ള വസ്തുക്കൾക്കായിരുന്നു ഇപ്പോൾ ഈ ഒരിടയ്ക്ക് എന്ത് കിട്ടി? ജൂലൈയിൽ തന്നെ എന്ത് കിട്ടിയത്? ഭൗമസൂചിക പദവി ലഭിച്ചത്. അപ്പൊ ഇത് നമ്മുടെ 2026 ഭൗമസൂചിക പദവി കിട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം ഏതാണെന്നുള്ള പറഞ്ഞത് ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ പഴവർഗ്ഗം എന്ന് പറയുന്ന സിർസ കിന്നോ എന്ന് പറയുന്ന നാരങ്ങ ഇനത്തിൽപ്പെട്ട ഒരു എന്താണ് പഴമാണ്. അതേപോലെ ത്രിപുര സരിന്ദ എന്ന് പറയുന്നത് ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പം GI ടാഗ് കിട്ടിയ ഒരു വാദ്യ ഉപകരണമാണ് ത്രിപുര സരിന്ദ എന്ന് പറയുന്നത്. അതുപോലെ ഗുജറാത്തിലെ മഹ്സാൻ ജില്ലയിലെ ഉഞ്ച പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഉഞ്ച ജീരകം, ഉഞ്ച പെരുംജീരകം പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? GI ടാഗ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് GI ടാഗ് കിട്ടിയത് എന്തിനായിരുന്നു? നിലമ്പൂർ തേക്കിനായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് GI ടാഗ് കിട്ടിയത് നിലമ്പൂർ തേക്കിനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് GI ടാഗ് വന്നത് ഡാർജിലിംഗ് ടീക്കായിരുന്നു കേട്ടോ. ഡാർജിലിംഗ് ടീക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് കിട്ടിയത്? GI ടാഗ് കിട്ടിയത്. ആറന്മുള, നമ്മുടെ കേരളത്തിൽ തന്നെ ആറന്മുള കണ്ണാടി, കുത്താമ്പള്ളി സിൽക്ക്, ഇതിനൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? GI ടാഗ്. മറയൂർ ശർക്കര, ഇതിനൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? GI ടാഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സംസ്ഥാനത്താണെന്ന് നോക്കാം. ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, അങ്ങനെ 4 സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ ഹരിയാനയിലാണ്. ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഹരിയാനയിലാണ്. എവിടെയാണ്? ജിന്ദ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് എവിടെയാണ്? ഗോഹാന ജംഗ്ഷൻ വഴി പിന്നെ എങ്ങോട്ടേക്കാണ് പോകുക? സോണിപ്പത്ത്. അപ്പൊ ജിന്ദ് ടു സോണിപ്പത്ത് വരെയാണ് ഈ പറയുന്ന ഹൈഡ്രജന്റെ ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത്. ജിന്ദ് മുതൽ ഗോഹാന വഴി എവിടേക്കാണ്? സോണിപ്പത്ത് എന്ന് പറയുന്ന ജംഗ്ഷൻ വരെയാണ്, അല്ലെങ്കിൽ അവിടെ വരെയാണ് എന്തിന്റെ ഈ പറയുന്ന ഹൈഡ്രജൻ ട്രെയിനിന്റെ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിലാണ് ആദ്യമൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ്. ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് വന്നത്. അതിനുശേഷം ഇപ്പൊ എവിടെയാണ് വരിക? നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. എവിടെ മുതലാണ്? ജിന്ദ് മുതൽ സോണിപ്പത്ത് വരെയാണ് ഈ ഒരു ട്രെയിൻ സർവീസ് എന്ത് ചെയ്തിരിക്കുന്നത്? നടക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കാൻ പോകുന്നത് ആര് എന്നുള്ളതാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കാൻ പോകുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. രാജ ആചാരി, ഡോക്ടർ അനിൽ മേനോൻ, സുനിത വില്യംസ്, ശുഭാംശു ശുക്ല. ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ അനിൽ മേനോൻ ആണ് അല്ലെ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ പോകുന്ന ആളാരാണ്? ഡോക്ടർ അനിൽ മേനോൻ ആണ് അല്ലെ. അപ്പൊ ഏതാണ്? നാസ ശാസ്ത്രജ്ഞനായിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ അനിൽ മേനോൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാൻ
പോകുന്നത്. അപ്പൊ റഷ്യൻ ഏജൻസി, ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 എന്നുള്ള പേടകത്തിലാണ്, സോയൂസ് MS-29 എന്നുള്ള പേടകത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നത്, ബഹിരാകാശത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ചോദ്യം? ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കാൻ പോകുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ അനിൽ മേനോൻ ആണ്. നാസയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അനിൽ മേനോൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം സഞ്ചരിക്കുന്ന പേടകം എന്ന് പറയുന്നത് ഏതാണ്? സോയൂസ് MS-29 ആണ്. സോയൂസ് MS-29 ആണ്. റഷ്യൻ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നത്, ബഹിരാകാശ യാത്ര നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആകും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കുക, നന്നായിട്ട് പഠിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരുവിധം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.